ഹലോ അസ്സാം വലൈക്കും മൈ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ക്രീം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ക്യാമറയുടെ റോയൽ ക്രീമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, പലരും ഇങ്ങനെ ക്രീം ഓപ്പൺ ചെയ്യാറില്ല. ഞാൻ പോലും ഒരു 5 വർഷത്തോളമായി ഞാൻ ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്നിട്ടെങ്കിലും ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ടുള്ളൂ. കാരണം ആ തുടങ്ങിയ സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ക്രീം ഓപ്പൺ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ചെയ്യുന്ന ഒരു അബദ്ധമായിരുന്നു ഇത് ഫ്രിഡ്ജിൽ നിന്ന് ക്രീം എടുക്കുക, നേരെ ബീറ്റ് ചെയ്യാൻ ഒഴിക്കുക. ഇത് ഫ്രിഡ്ജിൽ നോർമൽ കൂളിൽ വെച്ച ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കി ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഒരു കേക്ക് വരുമ്പോൾ ബീറ്റ് ചെയ്യാൻ എടുക്കും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പൊട്ടത്തരായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നന്നായിട്ട് എടുത്ത ക്രീമാണേലും ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ക്രീമാണേലും നമ്മൾ അത് ബീറ്റ് ചെയ്യണതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ വ്യത്യാസം നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ നേരം തന്നെ മനസ്സിലാവും. ഞാൻ നേരത്തെ മിക്കവാറും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കായിരുന്നത് ക്രീം നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ബീറ്റ് ചെയ്യാൻ കൊണ്ടുവയ്ക്കുക. കാരണം അപ്പോൾ ക്രീം ഇങ്ങനെ ചില ക്രീമുകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, നല്ലൊരു ഫ്ലോയിലിങ് വരില്ല നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്തതിന് ശേഷം, അതായത് ക്രീം എടുക്കുക ഫ്രിഡ്ജിൽ നിന്ന്, അതിൻ്റെ ആ പൊട്ടിച്ച വശം നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം ഉപയോഗിച്ചപ്പോൾ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ക്രീം വന്ന രീതിയും എല്ലാം നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് ബിഗിനേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാനൊരു ബിഗിനറായിരുന്നു. ഇപ്പോൾ ചെയ്ത് ഇപ്പോഴും ഞാൻ പഠിക്കാനുണ്ട്. ഇപ്പോഴും ഞാൻ ഫുള്ള് ക്രീമിനെ പറ്റിയോ അല്ലെങ്കിൽ കേക്കിനെ പറ്റിയോ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഞാൻ മനസ്സിലാക്കി തരണേണ് കേട്ടോ. കാരണം ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതായത് ഈ ക്രീം ഉപയോഗിക്കുന്നവർ, ഈ ഒരു ക്യാമറയുടെ ക്രീം ഉപയോഗിക്കുന്നവർ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്ക് തരാനുള്ളൊരു ചെറിയ ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ക്രീം ഇപ്പോഴും എടുത്തതിൻ്റെ ബാക്കി ഫ്രീസ് ചെയ്യുന്നവരുണ്ട്. അതായത് അടുത്തൊരു കേക്ക് വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞ് ഫ്രീസ് ചെയ്യുന്നവരുണ്ട്. ആ ഒരു ടെൻഡൻസി മാറ്റുക. കാരണം ക്രീം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഒരു 1.5-2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ ഒരു കംപ്ലൈൻറ്റും, നോർമൽ കൂളിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി മുതൽ ആ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നമ്മുടെ നോർമൽ കൂളിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.